അപ്പോൾ ഞങ്ങൾ ലിജോയും നെവയും ഒരുമിച്ച് വീഡിയോ എടുത്തിട്ട് ഒരുപാട് നാളായി. ആണോ? ശരിയാണോ? യൂട്യൂബിലോട്ട് വീഡിയോ ഇട്ടിട്ട് ഒത്തിരി നാളായില്ലേ? എന്താ ഇടാഞ്ഞേ? എപ്പോഴാ കിൻഡർ ജോയ് പൊട്ടിക്കുന്ന വീഡിയോ ഇട്ടത്? എവിടാ? ഇൻസ്റ്റാഗ്രാമിലല്ലേ ഇട്ടത്? അത് യൂട്യൂബിൽ ഇട്ടിട്ടില്ലായിരുന്നേ. കിൻഡർ ജോയ് പൊട്ടിക്കുന്ന ഒരു വീഡിയോ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടത്. അപ്പോൾ ഞങ്ങൾക്ക് അതിനൊരു 2 മില്യൺ വ്യൂവേഴ്സ് കിട്ടി. നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മുടെ ഒരു വീഡിയോയ്ക്ക് എത്ര 2 മില്യൺ വ്യൂവേഴ്സിനെ കിട്ടി. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് നെവയ്ക്ക് സ്കൂൾ അവധിയാണ്. യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത്, അതായത് ഞാനും നെവ ഒരുമിച്ച് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ പറ്റാത്തത് കുറച്ച് തിരക്കിലായി പോയതുകൊണ്ടാണ്. നെവ സ്കൂളിൽ പോകാൻ തുടങ്ങിയതുകൊണ്ടും അതേപോലെ തന്നെ നമ്മുടെ ഫാമിൻ്റെ പണികളൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നു. അങ്ങനെ കുറച്ചധികം തിരക്കിലായതുകൊണ്ട് വീഡിയോകൾ ഇടാത്തതാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആയപ്പോൾ കുറച്ച് പണികളുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് 2 മിയാസാക്കിയുടെ തൈ ഉണ്ടായിരുന്നേ. ഒരു മാവ് നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു, ഇത് വേറൊരു മാവ് നമ്മൾ നടാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. 2 വർഷമായിട്ട് മാറ്റി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതിനെ ഇതിനകത്തേക്ക് ഒരു ചെറിയൊരു ചട്ടിക്കകത്തേക്ക് അങ്ങ് മാറ്റി നടാമെന്ന് വിചാരിച്ച്, ചെറിയ ചട്ടിയല്ല കേട്ടോ, 16 ഇഞ്ചിൻ്റെ പോട്ടിനകത്തോട്ട് മാറ്റി നടാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിനകത്ത് നെവ ഇങ്ങോട്ടോ വിടാം, പോട്ടിലോട്ട് മാറ്റി നടുന്ന സമയത്ത് നല്ല റിസൾട്ടാണ് നമുക്ക് അതിനകത്ത് കിട്ടുന്നത്. കാരണം കുറച്ച് നാരകമൊക്കെ നട്ടപ്പോൾ അത് കായ്ച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോക്കകത്ത് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങളിതാ ഈ ഒരു ചട്ടിക്കകത്തോട്ട് നടാൻ പോകുമായിരുന്നേ. ഇവിടെ ഓൾറെഡി മൽഗോവ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് കിളിച്ച് വരുന്നുണ്ടേ. നെവ നടുന്നത് നെവ നല്ല വെയിലാ മോളെ, തൊപ്പി എടുത്തുണ്ടെന്നേ. ശരി എടുത്തോ. ഇപ്പോൾ ഇന്ന് തീയതി ജൂലൈ 12-ാം തീയതിയാണ്. അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റ് എന്താ ചെയ്തത്? രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് ഫുട്ബോളൊക്കെ കണ്ട് മെസ്സിയുടെ കളിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ റെസ്റ്റ് എടുക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിതാ എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ അടുത്ത പണികളിലേക്ക് കടന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ നാര ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ഇതിനകത്ത് കിട്ടിയ റിസൾട്ട്, ചട്ടിക്കകത്ത് കായ്ച്ച് കിട്ടുന്നത് ചുമയുണ്ടല്ലോ. ഇത് കണ്ടോ, ഇതിനകത്ത് കായ്ച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഒരുപാട് കായ ഉണ്ടായിരുന്നു. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ നാരങ്ങ വെള്ളം കുടിച്ചതേ ഉള്ളൂ. എന്താ പറയാത്തെ? ഇതിൽ നിന്ന് കുറച്ച് നാരങ്ങയില്ലേ ഇത്? ഏതിനകത്തുനിന്നാ? അതിനകത്ത് വലിയ നാരങ്ങ ഏതിനാ കിട്ടിയേ? വലിയ നാരങ്ങ കിട്ടി ഇതിനകത്ത് നല്ല മോളെ. ഈ ഇവിടുന്ന് ആയിരുന്നേ, വലിയൊരു നാരങ്ങ ഉണ്ടായിരുന്നേ, നല്ല സൈസായിരുന്നത്. ഒരു ചെറിയൊരു ഓറഞ്ചിൻ്റെ അത്രയും വലിപ്പം ഉണ്ടായിരുന്നു ആ നാരങ്ങ. അപ്പോൾ ഇതിൻ്റെ ചെറിയ തൈകൾ ഞാൻ ചെറിയൊരു തൈ ഞാൻ കാണിച്ചിരുന്നേ, അതുകൂടെ ജസ്റ്റ് ഒന്ന് കാണേണ്ടതാണ്. അപ്പോൾ അതിനകത്തുനിന്ന് ആ നാരകത്തിനകത്തുനിന്ന് എടുത്ത ഒരു തൈ തന്നെയാണ്. ഇതാ ഈ ഒരു പൂ കണ്ടോ, ചെറിയൊരു നാരകത്തിൻ്റെ തൈ ഇതിനകത്ത് പോലും പൂത്ത് നിൽക്കുന്നുണ്ടേ. അപ്പോൾ അത് നമ്മൾ അതിനകത്തുനിന്ന് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് ഞാൻ അതിൻ്റെ ഒരു ഇത് നോക്കിയതാണ്, അതിൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ അത്യുൽപാദന ശേഷിയുള്ള ഒരു ഹൈബ്രിഡ് വെറൈറ്റി അത്. അപ്പോൾ അതിന് നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടി. ഇതൊക്കെ നമ്മുടെ അവക്കാഡോ തൈകളാണേ. നമ്മുടെ ചെറിയ തൈകൾ നമ്മുടെ പുള്ളോക്ക് വെറൈറ്റി റെഡിയായി ഇരിക്കുകയാണ്, അടുത്ത വിതരണത്തിന് വേണ്ടിയിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ജോലികളൊക്കെ തീർത്താലേ വാ ചെടിയാ. അയ്യോ ഒക്കെ ഇല്ലാതെ അങ്ങോട്ട് പോകണ്ട. നിനക്ക് എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞേ? എന്തെങ്കിലും പറഞ്ഞോ? പറ. അതായത് നമ്മൾ നിലങ്ങൊന്നേ 1 വർഷം മുമ്പിട്ട് ഇതിനകത്തേക്ക് നമ്മുടെ വാട്ടർ ടാങ്കിനകത്തോട്ട് മാറ്റി നട്ട ഒരു സപ്പോർട്ടാണേ, ബനാന സപ്പോർട്ടാ. അതാ കായ്ച്ചിട്ടുണ്ട്, കായ്കളൊക്കെ വന്നിട്ടുണ്ട്. നല്ലതാണല്ലോ, സൂപ്പറായിട്ടുണ്ടല്ലോ നെവ. എന്തിനാ പൂ പറിച്ചത്? എന്തിനാ പറിച്ചതെന്ന് ചോദിച്ചേ? ക്യാമറ പിടിക്കാമോ? അപ്പൊ ഇതങ്ങ് നടാ. നീ ക്യാമറ പിടിച്ചോ, ഇവിടെ അല്ലോ. അല്ലേ വേണ്ട, ക്യാമറ ഞാനിവിടെ വെക്കാം. നെവ ഓ അത് ശരി. അപ്പം നടാനായിട്ടുള്ള ആള് ക്യാമറ പിടിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ഒരു മിനിറ്റേ, ക്യാമറ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ ആണ് നെവ, അങ്ങോട്ട് നിന്നേ. ഓക്കെ ആണോ നോക്കട്ടെ, കുറച്ചും കൂടെ താക്കാമേ. സെറ്റ്, കൈ ചൂടായിക്കട്ടെ. അപ്പോൾ ഇതിനകത്ത്
ഇങ്ങോട്ടോ പറഞ്ഞു കൊടുക്കട്ടെ. അപ്പോൾ ഈ ഒരു 16 ഇഞ്ച് പോട്ടിനകത്ത് നട്ട സമയത്ത് അടിയിൽ നമ്മുടെ തൊണ്ട്, തേങ്ങയുടെ തൊണ്ട് ഇട്ടൊരു ലെയർ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മണ്ണും ചാണകപ്പൊടിയും കൂടെ ചേർന്നിട്ടുള്ള മിശ്രിതമാണ്. ഇനി ഇതിന് വളപ്രയോഗമൊക്കെ ചെയ്യുന്നത് ഒരു ദിവസം കഴിഞ്ഞിട്ടേ ചെയ്യത്തുള്ളൂ. ഇതാണ് നമ്മുടെ പ്ലാന്റ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പ്ലാന്റാണ്. ഇത് ഇതിനകത്തേക്ക് വയ്ക്കാൻ പോവാം. പുറത്ത് വരാമോ? അവർ കാണട്ടെ. ഇവിടെ വന്നാ നടുന്നേ. കഴിഞ്ഞോട്ട് പോവാം. അപ്പോൾ ഇതിൻ്റെ കവർ പൊട്ടിച്ചു തരാം. പൊട്ടിച്ചോട്ടെ. കേക്ക് പോലോ. ഇതിന്റെ മണ്ണൊന്നും പോകത്തില്ല. കുറേ നാളായിട്ട് ഇതിൽ തന്നെ ഇരിക്കുക. വേരൊന്നും തായിട്ടില്ല, പുറത്ത് വന്നിട്ടില്ല. ഇതിനകത്ത് ഗ്രോത്ത് തീരെ കുറവായിരുന്നേ. ഇനി നമുക്ക് അങ്ങനെ പിടിച്ച് വെച്ചോ. 2 തേച്ച് പിടിച്ചോ. നടന്ന് ഈ മണ്ണിടാറുണ്ട്. അപ്പോൾ ഇതിന് ചെറിയൊരു ചരിവുണ്ട് കേട്ടോ ഈ ഒരു ചെടിക്ക്. അപ്പോൾ അതൊന്ന് നേരെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ വെക്കുന്നത്. ഇനി നമ്മൾ ചിലപ്പോൾ ഇതിനകത്തൊന്നും ഒരിക്കലും മാറ്റത്തില്ല. ഇതിൽ തന്നെ ആയിരിക്കും ഇതിൻ്റെ ആവിഷ്കാരം നിൽക്കുന്നത്. ഇൻ കേസ് ഈ ഒരു ചട്ടിക്കകത്ത് നിന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ പൊട്ടിച്ച് മണ്ണിലോട്ടൊക്കെ വെക്കും. ഞാൻ നടന്നത് ക്യാമറയ്ക്കകത്ത് കിട്ടുന്നുണ്ടോ നോക്കട്ടെ. ചെറിയൊരു ഡൗട്ടുണ്ട്. ഓക്കെയാണ്. കുറച്ചും കൂടെ ബാക്കിലോട്ട് വയ്ക്കാം. സെറ്റ്. വാ എഴുന്നേറ്റേ വാ. ഇനി നടാനുള്ളത് മണ്ണിടാൻ പോവാ. ഈ മണ്ണിട്ട് കൊടുക്കാൻ പോവാ. ഇനി വാ. ഇവിടെ വാ. ഇപ്പുറത്ത് വാ. ഇങ്ങനെ കേട്ടോ. അത് കള. ആ സാധനം കള. ആ വീണ റൂട്ടങ്ങ് കള. നോക്കട്ടെ. മണ്ണ് മതിയോ നോക്കട്ടെ. നട്ടോ നട്ടോ നട്ടോ. സോറി. ഇളക്കിക്കോ. മതി മോളെ, ഇത്രയും മതി. ഞാൻ ക്യാമറ എടുക്കട്ടെ. തന്നെയോ ചേച്ചി നടുന്നത്? എന്താ പറയാനുള്ളവരെ വാ. ഒരു കലം ചട്ടിക്കകത്ത് മണ്ണോ? പറയുന്നേ. ട്രൈപോഡ് ലോക്കായില്ലടി. അയ്യോ. ആ സെറ്റ്. ഓക്കെ. നെവ അതിനകത്ത് ഇങ്ങനെ മണ്ണൊക്കെ ഇട്ടേക്കുവാണേ. ഇതിനകത്ത് കുറച്ചും കൂടെ ഒരു മണ്ണിൻ്റെ കുറവുണ്ട്. ഇതിനകത്ത് വന്ന ബാലൻസ് മണ്ണ് നമുക്ക് ഈ ചട്ടിക്കകത്തോട്ട് ഇട്ടേക്കാണ്. ചേർത്തേക്കാം. ഇത് ബഡ് ചെയ്ത പ്ലാന്റ്. ഇത് ഗ്രാഫ്റ്റ് ആയിരുന്നു. അവിടെ ഗ്രാഫ്റ്റൊക്കെ പിടിച്ചിട്ടുണ്ട്. നല്ല സെറ്റായിട്ട് ഇരിക്കുമോ? നെവ മതി നെവ. കൈയെല്ലാം അഴുക്കാക്കിയോ? ഇത് മണ്ണ് ഇച്ചിരി കൂടുതലാണ് നെവ. നമുക്ക് ഇതാ ഈ ഒരു ലെവല് മണ്ണ് മതിയേ. ബാക്കി നമുക്ക് ഇതിപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് മണ്ണൊന്ന് താഴും. അതിനകത്ത് മണ്ണ് ഏകദേശം ഒരു കുറച്ച് ഫീറ്റ് താഴ്ന്നിട്ട് കുറച്ച് ഒരു 4-5 സെൻറ്റിമീറ്റർ മണ്ണങ്ങ് താഴും. അപ്പോൾ അതിനുശേഷം നമുക്കിതിന് വളമൊക്കെ ഇട്ട് കൊടുക്കാം. വാ എഴുന്നേറ്റേ. മതി 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 മക്കളെ, എഴുന്നേറ്റേ. ഇതിനകത്തൊന്നും അധികം കൊമ്പുകളൊന്നും വന്നിട്ടില്ല. ഇനി അടുത്ത ഇതിനകത്ത് ഇനിയിപ്പോൾ കൊമ്പുകൾ പൊട്ടി മുളയ്ക്കാൻ തുടങ്ങും. അതിന് ശേഷമായിരിക്കും നമ്മളിതിനെ പ്രൂൺ ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല സെറ്റായിട്ട് ഇതിനകത്ത് വളർന്നു വരും. ഇത് മൽഗോവൻ ഇവിടെ നിയാസാക്കി വന്നേ. അപ്പുറത്തേക്ക് ഇങ്ങനെ വേറെ ഇത് കാണിച്ചു കൊടുക്കാം. നമ്മുടെ മാവിൻ്റെ കളക്ഷൻ ഒന്ന് കാണിച്ചു കൊടുക്കാം. വന്നേ വെറുതെ വെക്കോ. ഓ സോറിയാ. മണ്ണെടുത്ത് കളിക്കട്ടെ. വേണ്ട വേണ്ട. അതേതാ പ്ലാന്റ്? കലാത്തിയ. വന്നേ. വാ 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 വാ. അപ്പുറത്ത് വേറൊരാളെ നിൽപ്പുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു കളപ്പട്ടെ. ഞാനാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഫ്ലവർ ഒന്ന് കാണിച്ചേ. നേവാ ഈ ഒരു ഫ്ലവർ എനിക്കിൻ്റെ പേരറിയത്തില്ല കേട്ടോ. പക്ഷേ സൂപ്പർ. നേവാങ്ങി വന്നേ. വാ വാ വാ. അങ്ങോട്ടോ. എന്താ ചെയ്യുന്നേ? ഇങ്ങോട്ടാ ഓടുന്നേ. നേവാ കയറിക്കോ. വെയിൽ കൊള്ളണ്ട.
ഞാൻ പോരാം. നമ്മുടെ മാവിൻ തൈകൾ മല്ലികയുണ്ട്, നീലമുണ്ട്, പിന്നെ കാലാപ്പാടി ഇതിനകത്തുണ്ട്. ഇതാണ് നമ്മുടെ മാവിൻ തൈകളുടെ കളക്ഷൻ. അതിന് സാഫടിക്കാറായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് നല്ല മഴയായിരുന്നു. ഇന്ന് ഒരു ദിവസമാണ് കേട്ടോ അത്രയും നല്ലൊരു വെയിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ടാറ്റാ.